സാധാരണ ഒരു മഹാരാഷ്ട്ര ബ്രാഹ്മിൺ ഫാമിലി എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ കുറച്ച് സ്റ്റിഫാണ്. അവർ കുറച്ച് ഓർത്തഡോക്സ് ആണ്, കൺസർവേറ്റീവ് ആണ്, അവരുടേതായ വാല്യൂ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വാസ്തവത്തിൽ പറയാനായിട്ട് ആദ്യമായിട്ട് എൻ്റെ ഫാദർ ഇത് അറിഞ്ഞപ്പം പപ്പയ്ക്ക് ഇച്ചിരി ഒരു ഷോക്ക് ഫാക്ടർ ആയിരുന്നു. കാരണം എൻ്റെ മൂത്ത മോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തല്ലോ, അങ്ങനത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ആ രാത്രി പപ്പ കണ്ടുപിടിച്ചപ്പം എൻ്റെ കോളേജ് ഹോംവർക്ക് എല്ലാം ഒത്തിരി പെൻഡിങ് കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ. പക്ഷെ പപ്പയ്ക്ക് എന്തോ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ച്, അപ്പോൾ ഫ്രണ്ട് പറഞ്ഞില്ല അങ്കിൾ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ തീർന്നെല്ലാം. ഓ, ഇതായിരുന്നു മന്ത്രം. അതായത് സുഹൃത്തിനെ കാണാൻ പോകുന്നുള്ള വ്യാജനെ ശിരീഷിനെ കാണാൻ അല്ലേ? അത് കുറച്ച് തവണ റിപ്പീറ്റ് ചെയ്തപ്പോൾ മൂപ്പറുടെ എന്നിട്ട് മൂപ്പര് സുഹൃത്തിനെ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ വിളിച്ചത്? അവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല, സരീന ഉണ്ടോന്ന് സരീനായിട്ട് സംസാരിക്കണം. അവള് പറഞ്ഞു ഇല്ല അങ്കിൾ, സരീന ഇവിടെ വന്നിട്ടില്ല. അന്ന് ഈ മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് ട്രാപ്പ് ചെയ്യപ്പെട്ടത്. അല്ലെങ്കിൽ പറഞ്ഞായിരുന്നു ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാമായിരുന്നു. അതെ, പക്ഷെ അന്ന് സുഹൃത്തിനോട് പറഞ്ഞ് ചട്ടം കെട്ടണ്ടായിരുന്നു. ആ ഒരു ബുദ്ധി പോയില്ല. അത്രയൊന്നും ഞാൻ ആലോചിച്ചില്ല. ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വരുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫാദർ ഒരു ഡിറ്റക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നിയില്ല അന്നേരം. സോ ആ രാത്രി ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പേരൻസ് ഡിസ്കഷനിലായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം എൻ്റെ സിസ്റ്റർ വന്ന് ആ കഥകിൻ്റെ അടുത്ത് പോയി, ബെഡ്റൂമിൻ്റെ കഥയിൽ പോയി അവരെന്തുവാ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുമായിരുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്, മമ്മി ഇങ്ങനെ പറയുന്നത്, പപ്പ ഇങ്ങനെ പറയുന്നത്, അത് ഇതൊക്കെ. കാരണം എൻ്റെ ഹോംവർക്ക് എല്ലാം ഒത്തിരി പെൻഡിങ് ആയിരുന്നു. കാരണം ശിരീഷിനെ ആഫ്റ്റർ കോളേജ് ഞാൻ കാണാൻ പോവായിരുന്നു. സോ ഇറ്റ് യൂസ് ടു ബി പെൻഡിങ് ക്വൈറ്റ് എ ബിറ്റ്. അപ്പോൾ ഇതെല്ലാം രാത്രിയിൽ നിന്നാണ് ഞാൻ തീർത്തുകൊണ്ടിരുന്നത്. സോ അത് കാരണം അന്നേരം തോന്നി അത് ഏത് പേരൻറ്റിനാണെങ്കിലും ശരി, കാരണം ദേ ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തോ? ഇല്ല, പപ്പ ഇത് ചോദിച്ച് എത്ര സീരിയസ് ആണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഞാൻ പറഞ്ഞ പിന്നെ അവർ ശിരീഷിനെ കണ്ടിട്ടുണ്ട്, ശിരീഷ് അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട്, അവരായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. സോ ഹി വാസ് മോർ ഓഫ് എ ഫ്രണ്ട് ദെൻ അവർ കാണുമ്പം. സോ അങ്ങനെ ആരെ ഇയാള് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നില്ല. പക്ഷെ ഓഫ്കോഴ്സ് അത് ആർക്കാണെങ്കിലും തോന്നും, ഏത് പേരനാണെങ്കിലും ഇറ്റ് ഈസ് ദ റൈറ്റ് ചോയ്സ് അങ്ങനത്തെ ഒക്കെ തോന്നല് വരും. കൃത്യമായി പറഞ്ഞു ഐ ആം വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. ഒന്ന് ഷോക്ക് അടിച്ചോ പറഞ്ഞു ഇച്ചിരി സാധാരണ അല്ലേ. ഇപ്പൊ നാളെ എൻ്റെ മോള് അതാരാ ഷോക്ക് കിട്ടിയ ആൾ വരട്ടെ. മോളെ വേറൊരു പങ്ക്ച്വാലിറ്റി, ഷൂട്ടിങ്ങിനായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഇന്ന ടൈമിന് എത്തുള്ളൂ, ആ ടൈമിലെത്തും, ആരെ കൊണ്ടൊന്നും പറയിക്കില്ല. അതിനെല്ലാം ഒരു കഴിവായിട്ട് എനിക്ക് തോന്നുന്നു. അതെങ്ങനെ സാധിക്കുന്നു നിനക്ക്? നല്ല തലശ്ശേരി ഭാഷ കേട്ടോ. അതെ, പക്ഷെ എൻ്റെ മലയാളം എല്ലാം കുഴഞ്ഞ മലയാളം. അതെ, അവിയല. പക്ഷെ അച്ഛന് ഈ പറഞ്ഞ ശിരീഷിനെ കാണാൻ പോയ പഞ്ച്വാലിറ്റിയെ കുറിച്ചാണ് പുള്ളി പറയുന്നത്. ആക്ച്വലി ബിഫോർ ടൈമാണ്. ബാക്ക് ഓഫീസ് മൈൻഡ് ഇത്ര പഞ്ചുലായിട്ട് കൃത്യമായിട്ട് കാണാൻ പോകുന്നു. എനിവേ ഈ സമയത്ത് അമ്മയും കൂടെ കൊണ്ടുവരാം നമുക്ക്. ചെറുപ്പത്തിലെ നിനക്ക് ഭയങ്കര ചുണ്ടിത്തരങ്ങളായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, രാവിലെ സ്കൂളിൽ പോകാൻ നേരം യൂണിഫോം ഒക്കെ ഇട്ട് വന്നിട്ട് മുടി പിന്നുമ്പം മുടിയുടെ ഒരറ്റം എവിടെയെങ്കിലും ഒന്ന് പൊങ്ങി നിന്നാൽ അവൾ എന്നെ കൊണ്ടൊരു 10 പ്രാവശ്യം അത് ചെയ്യിപ്പിക്കും. അങ്ങനെ പപ്പയ്ക്ക് ദേഷ്യം പിടിച്ച് മുടി കണ്ടിച്ച ദിവസങ്ങൾ പോലും ഉണ്ട്. അങ്ങനെയുള്ള സന്ദർഭം ഇപ്പം നീയും മക്കളുമായിട്ടുണ്ടാകലുണ്ടോ അതോ എന്നെനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. സത്യം പറഞ്ഞിട്ട് അമ്മ ആ സ്വഭാവത്തിലൊരു മാറ്റമില്ല. ഈ ഫ്ലോറിൽ വന്ന ശേഷം എൻ്റെ മുടി ശരിയാണോ ഒന്ന് വരട്ടെ. അപ്പൊ ഇത് എത്രയോ ചെറുപ്പത്തിലുള്ള സ്വഭാവമാണ്. ചില സ്വഭാവങ്ങൾ മാറില്ലല്ലോ. അപ്പൊ ഈ മുടി ഒരു പ്രശ്നമാണിത്. മുടി മാത്രല്ല എല്ലാം പ്രശ്നം. അതെ, ഞാൻ ഓർക്കുന്നുണ്ട് മമ്മി അന്നേരം മമ്മിക്കും കാലത്ത് ഓഫീസിൽ പോകണം. അപ്പൊ എല്ലാവരും ധൃതി പ്രപഞ്ചം അല്ലേ തന്നെ, വീട്ടിലെല്ലാവരുടെയും കാലത്ത് ഒരു ധൃതി പ്രപഞ്ചം തന്നെ ആയിരിക്കുമല്ലോ. അപ്പം മമ്മി മുടി പിന്നിടുമ്പോൾ എനിക്കെല്ലാം ഇച്ചിരി ചിട്ടയും അത് ഇച്ചിരി കൂടുതലായിരുന്നു. സോ മമ്മി മുടി പിന്നി തരുമ്പം എവിടെയെങ്കിലും ഒരു മുടി ഇങ്ങനെ പുറത്താണ്. ഞാൻ പറഞ്ഞില്ല മമ്മ ശരിയായിട്ടില്ല, ഒന്നുകൂടി പിന്നിത്താം. അങ്ങനെ ഒരു ദിവസം പപ്പയ്ക്ക് ദേഷ്യം പിടിച്ച എന്താ എല്ലാം എന്നും കാലത്ത് ഇങ്ങനെ ഒരു മുടി ഉള്ള ഒരു പ്രശ്നം. പപ്പ വന്ന് മുടി അങ്ങ് വെട്ടി കളഞ്ഞു. ഞാൻ പറഞ്ഞു ഓ മൈ ഗോഡ്. പപ്പ പറഞ്ഞു ഇനി നിനക്ക് മുടി തന്നെത്താനെ കെട്ടാൻ പഠിക്കണം, നീ തന്നെത്താനെ കെട്ടി സ്കൂളിൽ പോയാൽ മതി. അത് കഴിഞ്ഞ് ഞാൻ തന്നെത്താനെ കെട്ടാൻ പഠിച്ചു. അതോടെ പ്രശ്നം പരിഹരിച്ചു. പ്രശ്നം തീരും. പക്ഷെ ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആ പ്രശ്നം തുടരുകയാണ്.